ചൈനയിൽ തുടരുന്ന കനത്ത മഴയെയും പ്രളയത്തെയും തുടർന്ന് വലിയൊരു പാലം തകരുകയും അതിലുണ്ടായിരുന്ന കാർ ശക്തമായ നദിയിലെ കുത്തൊഴുക്കിലേക്ക് വീഴുകയും ചെയ്തു. കിഴക്കൻ മധ്യ ചൈനയിലാണ് ഞെട്ടിക്കുന്ന ഈ സംഭവമുണ്ടായത്. പാലത്തിന് മുകളിൽ വെച്ച് കാർ കേടാവുകയും റിവേഴ്സ് എടുക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ പാലം തകരുന്നതിന് തൊട്ടുമുമ്പ് കാറിലുണ്ടായിരുന്ന യാത്രക്കാർ വേഗത്തിൽ പുറത്തിറങ്ങി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. നിമിഷങ്ങൾക്കകം പാലം തകരുകയും കാർ താഴെയുള്ള നദിയിലേക്ക് പതിച്ച് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോവുകയുമായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. അതേസമയം കനത്ത മഴയും പ്രളയവും വരും ദിവസങ്ങളിലും തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ചൈനയിലെ പ്രളയ നിയന്ത്രണ അതോറിറ്റി തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ഗുയ്ഷോവിൽ 4ാം ഘട്ട അടിയന്തര പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ പ്രളയ മുന്നറിയിപ്പ് ചൈനയിലെ മറ്റു പ്രവിശ്യകളായ ചോങ്കിങ്, ഹുനാൻ, ഹുബൈ എന്നിവിടങ്ങളിലും നിലനിർത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഫ്ലഡ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി യോഗം ചേർന്ന് അൻഹുയി, ജിയാങ്സു, ഹൈനാൻ തുടങ്ങിയ ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ്. തെക്കൻ ചൈനയിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നതിനാൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലെ കൊടുങ്കാറ്റുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട്. പ്രളയ മുന്നറിയിപ്പുകൾ ഒട്ടും വൈകാതെ തന്നെ ഗ്രാമങ്ങളിലെ ഓരോ കുടുംബങ്ങളിലും എത്തിക്കുവാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ഡാമുകൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ എന്നിവയിൽ പ്രാദേശിക സർക്കാർ നിരന്തരം പെട്രോളിംഗ് നടത്തുവാനും എന്തെങ്കിലും അപകട സൂചന കണ്ടാൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഉത്തരവിട്ടിട്ടുണ്ട്.